ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. ദേഹം മുഴുവൻ ഭസ്മം, ജടമൂടിയ തലയും കാവി പുതച്ച ശരീരവും ഇതൊക്കെയാണ് കുംഭമേളയിലെ കാഴ്ചകൾ. എന്നാൽ മഹാകുംഭമേളയിൽ അധികം പരാമർശിക്കാത്തവരാണ് സ്ത്രീകളായ നാഗസാധുക്കൾ. അവരുടെ ജീവിതം ഒരു വിസ്മയമാണ്. നാഗസാധുക്കളിൽ പുരുഷന്മാരെ മാത്രമാണ് കൂടുതലായും കാണുന്നത്. അതികഠിനമായ ജീവിതത്തിലൂടെ പുരുഷ നാഗസാധുക്കൾക്കൊപ്പമാണ് സ്ത്രീകളായ നാഗസാധുക്കളും. നാഗസാധു ആകാൻ ഒരു സ്ത്രീ തീരുമാനിച്ചാൽ അതികഠിനമാണ് പിന്നീടുള്ള ജീവിതം. അതുവരെ ജീവിച്ച സഹോദരിയും ഭാര്യയും അമ്മയും ഒക്കെയായ ജീവിതത്തിന് അവസാനമാവണം. എല്ലാ സുഖദുഃഖങ്ങളും ത്യജിച്ച് പൂർണ്ണമായും പരമശിവന് അർപ്പിച്ചുകൊണ്ടാണ് നാഗസാധുയുടെ പ്രയാണം. തുടക്കം മുതൽ തന്നെ അതികഠിനമാണ്. പുരുഷ സാധുക്കളുടേതുപോലെ തന്നെ എല്ലാ നടപടിക്രമങ്ങളിലൂടെയും സ്ത്രീ സാധുവും കടന്നു പോകണം. ഗുരുവിൽ പൂർണ്ണമായും അർപ്പിതയാകണം. പരീക്ഷണങ്ങളും വിചാരങ്ങളും എല്ലാം നേരിട്ട് വേണം പരിശീലനത്തിൽ ഉറച്ചു നിൽക്കാൻ. ഞാൻ എന്ന ഭാവത്തെ ത്യജിക്കുക എന്നതാണ് ആദ്യഘട്ടം. മോഹം, സ്വത്വം, അഹബോധം എന്നിവയെല്ലാം ത്യജിക്കണം. നാഗസാധുയാകുന്നതിന് മുൻപ് 6 മുതൽ 12 വർഷം വരെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. പർവ്വതങ്ങളിലും ഗുഹകളിലും ഏകാന്ത തപസ് അനുഷ്ഠിക്കണം. കർശനമായ അനുഷ്ഠാനങ്ങൾ പാലിച്ചു വേണം പിന്നീടുള്ള ജീവിതം. ഗണ്ഡി എന്നറിയപ്പെടുന്ന കാവ്യ വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ. അതിൽ തുന്നലുകൾ പാടില്ല. നെറ്റിയിൽ തിലകം, ഒപ്പം ജടാധാരിയായി മാറണം. സന്യാസിയായ ശേഷം പിണ്ടദാനം എന്ന ചടങ്ങുണ്ട്. നിലവിലെ ജീവിതത്തിനും പുനർജന്മത്തിനും പിണ്ടം വെക്കുന്നതാണ് ചടങ്ങ്. അത് സ്വയം ചെയ്യണം. ഇവരുടെ ഭക്ഷണ രീതികളിലുമുണ്ട് വ്യത്യാസം. കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, ഔഷധസസ്യങ്ങൾ എന്നിവയാണ് ഇവരുടെ ഭക്ഷണം. ഓരോ അഖാഡകളിലും സ്ത്രീ സാധുക്കൾക്കായി പ്രത്യേക താമസ സൗകര്യമുണ്ട്. പുരുഷ നാഗസാധുക്കൾ സ്നാനം ചെയ്തതിനു ശേഷമേ സ്ത്രീ നാഗസാധുക്കൾക്ക് സ്നാനം നടത്തൂ. അഖാഡകളിൽ മായി, അവധൂതനി, നാഗിൻ എന്നീ പേരുകളാണ് ഇവർ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട അഖാഡകളിൽ ഒന്നാണ് ജുന അഖാഡ. അഡാകളിൽ സന്യാസം സ്വീകരിക്കപ്പെട്ടവർ നിരവധിയാണ്. 40 കോടി തീർത്ഥാടകരാണ് ഇത്തവണ 1 മാസത്തിലധികം നീളുന്ന ചടങ്ങുകളുടെ ഭാഗമാകുന്നത്. കഴിഞ്ഞ തവണ 24 കോടി ആളുകളാണ് പങ്കെടുത്തത്. 12 വർഷത്തിലൊരിക്കൽ നടന്നു വരാറുള്ളതാണ് കുംഭമേള. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് മഹാകുംഭമേളയാണ്. ഈ വർഷം നടക്കുന്നത് അത്തരത്തിൽ മഹാകുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്. മേളയ്ക്ക് മുന്നോടിയായി നടന്ന സ്നാനത്തിൽ 25 ലക്ഷം പേരാണ് പങ്കെടുത്തത്. 3 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ സ്നാനഘട്ടങ്ങളിൽ കുംഭമേളകൾ നടക്കും. മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്നതിനെയാണ് അർദ്ധ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്നത്. കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ്. തണുപ്പും മഞ്ഞും വകവെക്കാതെയാണ് വനിതാ നാഗസാധുക്കൾ കുംഭമേളയ്ക്ക് എത്തുന്നത്. ത്രിവേണി സംഗമത്തിലെത്തി മുങ്ങിക്കുളിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഗംഗ, യമുന, സരസ്വതി എന്നീ 3 പുണ്യനദികൾ കൂടിച്ചേരുന്നതാണ് ത്രിവേണി സംഗമം. ഒരു തവണ വ്യാഴം ഗ്രഹം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാനെടുക്കുന്ന സമയമാണ് 12 വർഷം. അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.